BJP സംസ്ഥാന സമിതി അംഗം ശ്രീ എൻ ഹരിദാസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ഹരിദാസ്, ഇതിപ്പോൾ CPM-ന്റെ സമ്മർദ്ദം എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുമോ? BLOമാരെല്ലാം സംസ്ഥാന വ്യാപകമായി, അവർ സംസ്ഥാനത്തല്ല, ഇന്നിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ രീതിയിലൊക്കെ വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ BLO ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു സിസ്റ്റത്തിനെ കൊണ്ട് താങ്ങാനാവാത്തൊരു ഭാരം നൽകി അത് ഒരു മാസം സമയമിരിക്കെ ഇന്നലെ തന്നെ തീർക്കണമെന്ന രീതിയിലൊക്കെ ഡെഡ് ലൈൻ കൊടുത്ത് ഓരോ മനുഷ്യന്മാരും ഡെഡ് ലൈൻ എടുക്കുന്നതും പ്രഷർ എടുക്കുന്നതും ഒക്കെ ഓരോ തരത്തിലായിരിക്കുമല്ലോ. അപ്പോൾ താങ്ങാനാവാത്തൊരു ഭാരം വെച്ചുകൊടുത്ത് സംസ്ഥാനത്ത് ഈ സാധാരണ സർക്കാർ, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്ര വലിയൊരു കുഴിയിലേക്ക് ചാടിച്ചിരിക്കുകയാണോ ശ്രീ എൻ ഹരിദാസ്? ഇതില് എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാവാം, സ്വാഭാവികമാണ്. ഒന്ന്, SIR ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്തിയാൽ കുഴപ്പമില്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്ന അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അതൊന്നല്ല. ചില സമ്മർദ്ദം, രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദമാണ്. നേരത്തെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പ്രദേശത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. കാരണം പയ്യന്നൂർ ഒരു പ്രദേശത്ത് സത്യത്തില് രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്ന സമീപനം എന്താണ്? നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോട് കാണിക്കുന്ന സമീപനം, ഞാനല്ലാതെ എന്റേതല്ലാത്തൊരാശയവും എനിക്കല്ലാതെ വോട്ട് ചെയ്ത് മറ്റൊരാളും എന്റെ പ്രദേശത്ത് വിജയിപ്പിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം എങ്ങനെയെങ്കിലും മുടക്കുക, അത് പാടില്ല. കാരണം വോട്ടർ പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ വേണം. അർഹരായിട്ടുള്ള ആളുകളെക്കാട്ടും ചിന്തിക്കുന്നത് അനർഹരായിട്ടുള്ള ആളുകളാണ്. അത് എന്റെ കക്ഷിയാണെങ്കിൽ അവരവിടെ നിൽക്കട്ടെ. അവർക്ക് മറ്റ് കക്ഷികൾക്ക് അർഹരാണെങ്കിൽ പോലും അവർ ആ പട്ടികയിൽ വരരുത്. ഈ പട്ടിക അന്തിമമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. SIR ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പൊ BLAമാരോട് പറഞ്ഞിട്ടുള്ളത്. അതിന് BLAമാരെ ഓരോ രാഷ്ട്രീയ പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്, അതാത് സ്ഥലങ്ങളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ BLAമാരെ ഒരു കാരണവശാലും എന്റെ BLO, എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ BLO പോകാൻ പാടുള്ളൂ എന്ന CPM-ന്റെ സമീപനമാണ് ഇക്കാര്യത്തിലുള്ള പ്രശ്നം. CPM-ന്റെ സമ്മർദ്ദം വലിയ രീതിയിലുണ്ട് BLOമാർക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ പ്രദേശത്തും BLOയില് കൂടെ പോവാൻ CPM-ന്റെ ആളുകളെ പാടുള്ളൂ എന്ന് CPM-ന്റെ പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള ഒരു താല്പര്യം അവർക്കുണ്ട്. താല്പര്യമല്ല, ഒരു അജണ്ട തന്നെയുണ്ട്. ആ അജണ്ടയാണ് ഇന്നലെ നടന്ന ആത്മഹത്യ കാരണം. പിന്നെ മറ്റ് പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന് റെഡ് ലൈന് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ എന്റെ നാട്ടില് ഇന്നലെ BLO വന്നിരുന്നു. എന്റെ വീട്ടിന്റെ തെറ്റുമല്ല. ഞങ്ങളോട് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സമ്മർദ്ദമൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. ചിലർക്ക് അങ്ങനെ സമ്മർദ്ദം തോന്നിയിരിക്കാം. എല്ലാ ജോലിയിലും ചില സമ്മർദ്ദങ്ങൾ ചിലർക്ക് തോന്നിയേക്കാം, എല്ലാവർക്കും തോന്നിയിട്ടില്ല. എന്നാൽ 10,000-കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്യണ്ടേ? 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് മറ്റൊരു രീതിയിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മർദ്ദമാണ്, കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദമാണ് എന്നൊക്കെ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാർ എന്ത് ബന്ധമാണ്? നമുക്ക് അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റുമോ? ഒരു വീട്ടിൽ 3-4 തവണ പോവേണ്ടി വരും. ഒരു BLO കൈകാര്യം ചെയ്യേണ്ടി വരിക ഒരു പക്ഷേ ഒരു 600 മുതൽ 1500 വരെ വോട്ടർമാരെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. ഒരു മാസത്തെ സമയമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു മാസം ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പലർക്കും ഇന്നലെയായിരുന്നു ആ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത്. ചെയ്യേണ്ടത് 2002 പട്ടിക വെച്ചാണ്. ആ പട്ടിക ഓൺലൈനിൽ എടുക്കുക. ആ പട്ടികയെപ്പറ്റി ആ വോട്ടർക്ക് വിവരം ഉണ്ടാവില്ല. ആ പട്ടികയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ, അന്ന് എവിടെയായിരുന്നു, ഇതൊന്നും ആ വോട്ടർക്ക് അറിയില്ല. ഒരു വീട്ടിൽ തന്നെ പല ബൂത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സീരിയൽ നമ്പർ അനുസരിച്ചൊന്നും അല്ല വീടിൻ്റെ നമ്പർ ഉള്ളത്. ഇതിനൊക്കെ പുറമെ മുമ്പ് ഇത് അംഗൻവാടി വർക്കർമാരും ആശാപ്രവർത്തകരും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ പ്രദേശത്തെ പറ്റി നല്ല ധാരണയുണ്ടാവും. ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ ആ പ്രദേശത്തെ പറ്റി യാതൊരു ധാരണയുമില്ല. താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, താങ്കൾക്ക് തന്നെ കൃത്യമായി ബോധ്യമുള്ള വസ്തുതകളായിരിക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. ഒരു പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെന്നാൽ അവിടുത്തെ ആളുകളെ കാണുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇതിനു പുറമെയാണ് ഈ ഡീറ്റെയിൽസ് മുഴുവൻ, ഈ ഫോമും എന്യൂമറേഷൻ ഫോം തിരിച്ചു വാങ്ങി ഈ വിവരങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് അത്ര എളുപ്പമുള്ള ജോലിയാണെന്ന് അങ്ങ് ദയവേത് പറയരുത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ പോലും സഹിക്കില്ല അങ്ങനെ ഇതൊരു താരതമ്യേന അത്ര കുഴപ്പമില്ലാത്തൊരു ജോലിയാണെന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ BLOമാരെ സഹായിക്കാനാണ് BLAമാർ പോകുന്നത് കൂടെ. അതെല്ലാവരും 2-3 ആളുകൾ പോകുമ്പോൾ, 3 പാർട്ടിയുടെ 4 പാർട്ടിയുടെ ആളുകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ജോലിയുടെ കുറച്ച് എളുപ്പമായ സാഹചര്യം ഉണ്ടാവും. കാരണം നിങ്ങൾ പറയുന്നതൊന്നും ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വേണ്ട പ്രശ്നമല്ല ഇത്. അങ്ങനെ ചിലർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ സഹായിക്കാൻ അവർക്ക് സമ്മർദ്ദങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ ജോലിതരമായ സമ്മർദ്ദം ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു തലത്തിൽ രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ട്. ആ രാഷ്ട്രീയമായ സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ ആത്മഹത്യക്ക്, നമ്മുടെ കേരളത്തിൽ ആത്മഹത്യക്കുള്ള കാരണം എന്ന് വ്യക്തമാണ്, വളരെ വ്യക്തമാണ്.
കാരണം നിങ്ങൾ കാങ്കോൽ ആലപ്പുഴ മേഖലകളിൽ താമസിക്കുന്ന ആളുകളോട് പയ്യന്നൂരുമായ CPM-ന്റെ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ടമ്പൽക്കാട്ടിൽ താമസിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പയ്യന്നൂർ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നിഷ്പക്ഷതയൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ 150 മുതൽ 300 വീടുകൾ ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ 400-600 വീടുണ്ട് വോട്ടർമാരുണ്ടെങ്കിൽ ഒരു 200 വീടുകൾ അല്ലെങ്കിൽ 250 വീടുകൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. ഇനി 1000 വോട്ടുണ്ടെങ്കിൽ ഒരു 400 വീടുകൾ, 1200, 1300, 400 വീടുകൾ ഉണ്ടാവാം. ഈ 400 വീടുകളിലേക്ക് ഇവർക്ക് എളുപ്പത്തിൽ സഹായകരമാകുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടി BLOമാരെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റാത്ത അവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ കണ്ടെത്താൻ കഴിയും. പക്ഷെ ആ സാഹചര്യം മുടക്കുകയാണ്. ആ സാഹചര്യം മുടക്കിയിട്ട് ഞാൻ മാത്രം വരും, ഞാൻ പറയുന്നത് ചെയ്തോ എന്ന് പറയുന്നത് വസ്തുതകൾ കണ്ടെത്തിയാൽ പോലും അത് സത്യസന്ധമായിട്ട് ചെയ്യാൻ സാധിക്കാത്തത് ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ദൗർബല്യമല്ല. ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ കീഴ്പ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ആ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലിന്റെ സമ്മർദ്ദമാണ് ഇന്ന് ആത്മഹത്യക്ക് ഉണ്ടായത്. അല്ലാണ്ട് ജോലി സമ്മർദ്ദം എനിക്ക് തോന്നുന്നില്ല. ജോലി ഭാരവും സമ്മർദ്ദമൊക്കെ അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസാരിക്കണം. ആ കാര്യങ്ങൾ നടപടിക്രമത്തിന്റെ ഭാഗമായി പോട്ടെ, എനിക്കൊന്നും വിഷയമൊന്നുമില്ല. കാരണം എന്താ, അത് സംസാരിക്കണം. അത് നീട്ടിവെക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല, നീട്ടിവെക്കാനും എതിരല്ല. ഈ സമയം നീട്ടിക്കൊടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. ഇതിലൊന്നും ഞങ്ങളാരും എതിരല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസാരിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സംസാരിച്ച് തീരുമാനത്തിലെത്തേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇതിലപ്പുറത്താണ് രാഷ്ട്രീയ സമ്മർദ്ദം വരുന്നത്. ആ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. കാരണം നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഏതായാലും നിങ്ങൾ പറഞ്ഞ സമ്മർദ്ദത്തിന്റെ ഭാഗമായി വീട്ടിൽ പോവാം. ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കണ്ടെത്തിയ വസ്തുതയായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല. ആ വസ്തുത ചിത്രീകരിച്ചിട്ട് നാളെ പരാതി വരും. അവിടെ പരാതി വരും. ആ വ്യക്തി മാത്രം പരാതിക്ക് ഉത്തരവാദി. നാളെ ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആ വ്യക്തി ആരാണോ ആ ഉദ്യോഗസ്ഥൻ, അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ അതിന് ഉത്തരവാദി അദ്ദേഹം മാത്രമാണ്. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്ത, പറയാനും കഴിയില്ല, ചെയ്യാനും പറ്റുന്നില്ല. ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അത് അല്ലാതെ SIR-ന്റെ പ്രശ്നമൊന്നുമല്ല. SIR-വുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്താണ് ഈ രാഷ്ട്രീയ സമ്മർദ്ദം. ആ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ ആത്മഹത്യക്ക് വകവെച്ചിട്ടുള്ളത്. ആ വകവെച്ചത് അതെന്തുകൊണ്ട് CPM-ആണ് ഇതിന് ഉത്തരവാദി. CPM-ന് ഉത്തരവാദിയുണ്ട്, ലീഗിന്റെ ഉത്തരവാദി. ഞാൻ പറയാം, ചില സ്ഥലങ്ങളിൽ അതാത് രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രയോഗിച്ചാൽ എന്താ സ്ഥിതി ഉണ്ടാവുക? ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ? അവർക്ക് പോയി കണ്ടെത്താൻ പറ്റുമോ? മരിച്ചു എന്ന് രേഖപ്പെടുത്തണ്ടേ? നാട്ടിലില്ലാത്തവൻ നാട്ടിലില്ലാന്ന് രേഖപ്പെടുത്തണ്ടേ? ഇനി ബംഗ്ലാദേശികൾ കടന്നു വന്നിട്ട് ആ ബംഗ്ലാദേശിയാന്ന് ഈ നാട്ടിലെ ഈ പൗരൻ അല്ലാന്ന് രേഖപ്പെടുത്തണ്ടേ? അവന് വോട്ട് നിഷേധിക്കണ്ടേ? അവന് യഥാർത്ഥ വോട്ടർമാർ വോട്ട് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണ്ടേ? ഇതൊക്കെയാണ് വിഷയം. അതൊന്നും എന്റെ രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ട് എന്റെ സമ്മർദ്ദത്തിന് എന്റെ പ്രദേശത്ത് ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ രാഷ്ട്രീയ മാടമ്പികൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതാ. രാഷ്ട്രീയം ഇതൊരു അജണ്ടയാണ്. ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാടും അജണ്ടയും ഒക്കെ നടപ്പിലാക്കുന്നത് പ്രാദേശിക തലത്തിൽ അവർ വാക്കാൽ കൊടുത്ത നിർദ്ദേശം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ പാർട്ടി പ്രവർത്തകന്മാരുണ്ട്. ആ പാർട്ടി പ്രവർത്തകന്മാരെ തിട്ടൂരമനുസരിച്ച് എവിടെ പ്രവർത്തിക്കാൻ പറ്റൂ? അതാണ് ഈ BLOന് സംഭവിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ അന്വേഷിക്കുക, സ്വതന്ത്രമായിട്ട് പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തൂ. അല്ലാണ്ട് ആ കുടുംബത്തിന് പോലും, കുടുംബം പറഞ്ഞല്ലോ രാഷ്ട്രീയപരമായ കാരണം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിന് ഇത് പറയാൻ കഴിയില്ല. കാരണം മരണപ്പെട്ടവർ മരണപ്പെട്ടു. നാളെ ആ കുടുംബത്തിലെ മക്കളും മരുമക്കളും ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ജീവിക്കേണ്ട പ്രദേശമാ. അപ്പൊ 360 ദിവസം പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുമോ? ഇല്ലല്ലോ. ഒരു വർഷക്കാലവും ജീവിതകാലം മുഴുവൻ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുമോ? നിയമം പറഞ്ഞ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള പരിരക്ഷ കിട്ടുമോ? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ജീവിക്കണ്ടേ? അപ്പൊ ആ ജീവിതമാണ് അവരുടെ പ്രശ്നം. അത് പുറത്തും പറയാൻ കഴിയുന്നില്ല. എന്നാൽ അകത്തോട്ട് ചെയ്യുമ്പോൾ ഞാൻ കൃത്യവിലോപമാണ് ചെയ്യുന്നുള്ള മാനസികാവസ്ഥയും ഞാൻ ചെയ്യുന്നത് നാളെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നൊരു മാനസികാവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കണം നമ്മളത്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും നിങ്ങളതൊക്കെ. അപ്പം ഇതിന് ഉത്തരവാദി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് നടത്തുന്ന സമരം, ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് സമരം നടത്തുന്നത് ഇതിന്റെ പാപക്കറ മായ്ച്ചു കളയാനാണ്. ഇതിന്റെ പ്രതിഷേധം അടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. വഴിതിരിച്ചു വിടുകയാണ് CPM വഴിതിരിച്ചു വിടുക. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഈ മനുഷ്യനെ കൊന്നവർ ഒരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് ആളുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാക്കി മാറ്റി, SIR-നെതിരെ പ്രതിഷേധമായി മാറ്റിയാണ്. ഇത് സത്യത്തിൽ ഒരു കപട നാടകമാണ് CPM കാണിക്കുന്നത്. CPM കാണിക്കുന്ന കപട നാടകമാണ്. കണ്ണൂരിൽ ജീവിക്കുന്നവർക്കറിയാം കണ്ണൂരിലെ അവസ്ഥ എന്താണ്. കണ്ണൂരിലെ ഉൾഗ്രാമങ്ങളിൽ ഇന്നും ജനാധിപത്യം ഉണ്ടോ? എന്ത് നിയമവ്യവസ്ഥയാ? ഇവർ പറയുന്നില്ലേ ജമാഅത്ത് ഇസ്ലാമിനെ പറ്റിയിട്ട് അവർ മതരാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്ന അവർക്ക് ശരിയാത്ത നിയമമാണ്. ഇവർക്കൊരു നിയമമുണ്ട്.
ഇവരുടെ നിയമമാണ് പല CPM ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ നിയമവ്യവസ്ഥയൊന്നും നടപ്പിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കീഴ്പ്പെട്ടിട്ട നിയമവ്യവസ്ഥയൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു നേതാക്കന്മാരും ഒരു ചട്ടക്കൂടലുള്ള പാർട്ടിയുമാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അവിടെ അവരും കീഴ്പ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അതായത് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഈ SIR-ൽ ഇടപെടാനും അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാനും ഒക്കെ ആ ഭാഗത്തെ സ്വാധീനമുള്ളവർക്ക് കഴിയുന്നു, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ സമ്മർദ്ദത്തിന്റെ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം CPM-ന്റെ സ്വാധീനത്തിലുള്ള പ്രദേശത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ബീഹാറിലുമൊക്കെ ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ ശ്രീ എൻ ഹരിദാസ്? ഇത്രയേറെ വോട്ടുകൾ 100%. അതായത് അവരെ സത്യത്തിന് ഒരു പട്ടിക ഉണ്ടാക്കുന്ന യഥാർത്ഥ വോട്ടർ പട്ടിക വരണം, എല്ലാവരും വരണം. അതിൽ ആർക്ക് വോട്ട് ചെയ്ത് നോക്കണ്ട, നിഷ്പക്ഷ വോട്ടർമാരുണ്ടാവാം, വോട്ട് ചെയ്യാത്തവരുണ്ടാവാം. ഒരു പൗരന്റെ മൗലിക അവകാശമാണത്. ആ പൗരൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാവട്ടെ, ഏത് വിശ്വാസിയാവട്ടെ, അവൻ ആ പട്ടികയിൽ വരണം. അത് സത്യസന്ധമായ ഒരു പട്ടികയിൽ വരണമെന്നോ വരണ്ടെന്നോ തീരുമാനിക്കാം. വരണം, നിർബന്ധമായും വരേണ്ടതാണ്. അപ്പൊ ആ വരേണ്ട ആളുകൾ എന്റെ പാർട്ടിക്ക് അപ്പുറത്തായിട്ട് എനിക്കെതിരുമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടരുത് എന്ന നിഷ്കർഷമായിട്ടുള്ള നിലപാടാണ് CPM നടത്തിയിട്ടുള്ളത്. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ബീഹാറിൽ ഈ 65 ലക്ഷം വോട്ടൊക്കെ ഡിലീറ്റ് ആയി പോയത് അങ്ങനെയായിരിക്കുമോ? അല്ല, ബീഹാറിന്റെ നിലപാടെന്താ? ഞാൻ ചോദിക്കും, ബീഹാർ മാത്രമല്ല ഇവിടെയും ഡിലീറ്റ് ആവും. നിങ്ങൾ നോക്കിക്കോ. കാരണം ഇവിടെയും പെരുമ്പാവൂർ പോലത്തെ പ്രദേശങ്ങളിലൊക്കെ വോട്ട് ഇഷ്ടം പോലെ ചേർത്തിട്ടുണ്ട്. ഇവിടെ അന്യദേശ തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് വരുന്നവരൊക്കെ ബംഗ്ലാദേശിയും ഒന്ന് വന്നിട്ടുള്ളവരും അങ്ങ് മറ്റ് റോഹിംഗ്യൻസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വോട്ടുണ്ട് ഇവിടെ. അവരൊരു കൊലപാതകം ചെയ്യുമ്പോൾ മാത്രം പിടിക്കപ്പെടുന്നവരാണ്. അവരല്ലാത്ത കുറെ ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അപ്പം അനധികൃതമായ വോട്ട് അതാത് മേഖലയിൽ സ്വാധീനമുള്ളവർ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കപ്പെട്ടെ. അതിനാരെ എതിര്? ഞാൻ ചോദിക്കാം, അനധികൃതമായിട്ട് വോട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ചേർത്താലും അവർ പട്ടികക്ക് പുറത്തു പോകണം. എന്നാൽ അർഹതപ്പെട്ടവർ പട്ടികക്ക് പുറത്തുണ്ടെങ്കിൽ അവർ ഉള്ളിലും വരണം. ഇതാണ് BJP-യുടെ നിലപാട്. ഹരിദാസ്, ഇപ്പോ